അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അല്ലേ? മിക്ക വീഡിയോസിലും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, സാധാരണ ദിവസം പോലെ കഴിഞ്ഞു പോകും. ചില വീഡിയോസിലൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ നല്ല രസത്തിൽ കണ്ടുകൊണ്ടിരിക്കും. ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും? രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഒരു ദിനചര്യ. നമ്മൾ അതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നബിതങ്ങളുടെ ദിനചര്യ മുഴുവൻ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട നമുക്ക് ഈസി ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകകളുണ്ട്. അപ്പം നമ്മൾ നബിതങ്ങളുടെ ജീവിതത്തെ മൊത്തമായിട്ടൊന്ന് സമ്മറൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ നേരത്തെ ഉണരും, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കാരം ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള നിസ്കാരമാണ്. നമ്മളൊക്കെ പലപ്പോഴും ഉറക്കത്തിൽപ്പെട്ട് ഈ നിസ്കാരം ഒഴിവാക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ആ നിസ്കാരത്തെ മാറ്റിയാൽ അതുകൊണ്ട് ഒരുപാട് ആത്മീയമായ ആരോഗ്യകരമായ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഇസ്തിഗ്ഫാറോ ദിക്റോ ഖുർആനോ ഒക്കെ ആയി നബിതങ്ങൾ അങ്ങനെ പള്ളിയിലിരിക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നേരം പുലരുന്നത് വരെ സഹാബികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. നിങ്ങളുടെ പകൽ സമയങ്ങൾ എങ്ങനെയായിരിക്കും? ബ്രേക്ക്ഫാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ലഘുവായാണ് കഴിക്കുക. നബി തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വയറിന്റെ 1/3 മാത്രം ഭക്ഷണം കഴിക്കുക, 1/3 വെള്ളത്തിന് വേണ്ടിയും 1/3 ശ്വാസത്തിന് വേണ്ടിയും ഒഴിച്ചിടുക എന്നുള്ളത്. ആ രീതിയിലായിരുന്നു നബി തങ്ങളുടെ ജീവിതകാലത്തെ ഭക്ഷണങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും നമ്മൾ ഈ രീതിയിൽ ക്രമീകരിക്കണം. പകൽ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരാറുണ്ട്. അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരുന്നു നബി തങ്ങൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കുറെ മുന്തിരിയുമായിട്ട് വരുന്നു. നബി തങ്ങൾക്ക് അത് കൊടുത്തു. അത് മുഴുവൻ നബി തങ്ങൾ കഴിച്ചു. കുട്ടി സന്തോഷത്തോടെ തിരിച്ചുപോയി. സഹാബികൾ ചോദിച്ചു, നബിയെ, സാധാരണ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ, ഇതെന്താ നിങ്ങൾ ആർക്കും തരാതിരുന്നത്? അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു? നബി തങ്ങൾ പറഞ്ഞു, അല്ല, ഇത് ഭയങ്കര പുളിപ്പായിരുന്നു. ഞാനിത് നിങ്ങൾക്ക് തന്നാൽ പുളിപ്പ് സഹിക്കാൻ പറ്റാതെ നിങ്ങളത് തുപ്പിക്കളയും. ഇത് കാണുമ്പോൾ കുട്ടിക്ക് സങ്കടവും, കാരണം കുട്ടി സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് കുട്ടിയുടെ മനസ്സ് വേദനിക്കരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനത് മുഴുവനായും കഴിച്ച് നിങ്ങൾക്ക് തരാണ്ടിരുന്നത്. അപ്പൊ നോക്കുക, മുന്നിലേക്ക് വരുന്നത് ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ പരിഗണിക്കുന്ന ഒരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു. ഇതുപോലെ ആവണം നമ്മളും. നമ്മുടെ മുന്നിലേക്ക് പലരും പല ആവശ്യങ്ങളുമായി, പല നിർദ്ദേശങ്ങളുമായി, പല പ്രായത്തിലുള്ള ആളുകൾ നമ്മെ സമീപിക്കാറുണ്ട്. നമ്മൾ അങ്ങോട്ടും പോവാറുണ്ട്. നമ്മുടെ പെരുമാറ്റം എല്ലാവരെയും പരിഗണിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ നബിതങ്ങൾ ഇബാദത്തുകളിൽ മുഴുകും. ആ സമയം ഇബാദത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആരാധനകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബിതങ്ങളുടെ രാത്രി സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബവുമായി ചെലവഴിക്കാൻ നബിതങ്ങൾ എല്ലാ രാത്രിയിലും അല്പസമയം കണ്ടെത്താറുണ്ട്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഉമ്മ, ഉപ്പ, ഭാര്യ, മക്കൾ എല്ലാവരും ഉണ്ടാവും. ഇവർക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. കാരണം എന്താണെന്ന് അറിയോ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഒക്കെ ഉണ്ടാവുക. ഇതാർക്കും പരസ്പരം സംസാരിക്കാൻ സമയമില്ല, കേൾക്കാൻ സമയമില്ല, എല്ലാവർക്കും ധൃതിയാണ്. ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായാൽ ആ കുടുംബത്തിലൊരു കെട്ടുറപ്പോ സന്തോഷമോ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം, നബി തങ്ങൾ കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്തിയതുപോലെ നമ്മളും കണ്ടെത്തണം. അതുപോലെ തന്നെ നബിയുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പരമാവധി അത് നബി തന്നെ ചെയ്യും. അത് വസ്ത്രം തുന്നലാവാം, വീട്ടിലെ ചെറിയ ജോലികൾ ചെയ്യുന്നതാവാം. സ്വന്തം കാര്യങ്ങൾക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന നബി തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇനി നബി തങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ പാലിച്ചിരുന്ന കുറച്ച് മര്യാദകൾ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. രാത്രി കിടക്കാൻ പോകുമ്പോൾ നബി തങ്ങൾ വുളു എടുത്തുകൊണ്ടാണ് വിരിപ്പിലേക്ക് പോവുക. ആ വിരിപ്പ് കുടഞ്ഞു വിരിക്കുകയും ആ വിരിപ്പിൽ ഇരുന്നു കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇത് ഓതിക്കൊണ്ട് തന്റെ കൈകളിലൂതി മുഖവും കൈകാലുകളും തടവും. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ 33 പ്രാവശ്യം ചൊല്ലും. അതുപോലെ നമ്മളെല്ലാവരും പഠിച്ചൊരു ദിക്റുണ്ട് ഉറങ്ങാൻ പോകുമ്പോൾ, അതും ആരും മറന്നു പോകരുത്. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉ നംസക നഫ്സി ഫർഹംഹാ ഫഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആ ദിവസത്തിൽ നബി തങ്ങൾ കിടന്നുറങ്ങും.
രാത്രി നേരത്തെ കടന്നുറങ്ങിയാലാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും ആ പകലിൽ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. സോ ഈ ഒരു രീതിയിൽ കഴിവിന്റെ പരമാവധി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഡിസിപ്ലിൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.